അതിർത്തിയിൽ വെടിയൊച്ച നിലച്ചുമെങ്കിലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ബുദ്ധിമുട്ടുന്ന നിരവധി പേരുണ്ട്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടുകൾക്ക് മുന്നിൽ പ്രതീക്ഷയേറ്റു നിൽക്കുന്നവരെയാണ് 24 സംഘം കണ്ടത്. ശനിയാഴ്ച പുലർച്ചെ പാക് ഡ്രോൺ ജമ്മുവിൽ വീടുകൾക്ക് മുകളിൽ പതിക്കുന്ന ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. ജമ്മു നഗരത്തിൽ നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ ദൂരമുണ്ട് അഖ്നൂർ അതിർത്തിയിലേക്ക്. കോട്ട് മെഹ്റ എന്ന അതിർത്തി ഗ്രാമത്തിൽ തകർന്ന വീടുകൾ കാണാം. ബാരിറാം എന്ന കർഷകന്റെ വീടാണിത്. സൈറൻ മുഴങ്ങിയപ്പോൾ ജീവനും കൊണ്ട് മക്കളെയും കൂട്ടി ഓടിയതാണ്. വരുമാനമായിരുന്ന 3 എരുമകൾ ഉണ്ടായിരുന്നു. കെട്ടഴിച്ചുവിടാൻ സമയം കിട്ടിയില്ല. 3 എരുമകളും ചത്തു. ഒരു പോത്തുകുട്ടിയും ഉണ്ടായിരുന്നു. वो मर गए। इधर अभी मैं रहता था और मेरे बच्चे उधर आगे रहते थे, मैं इधर अकेला था. 2 ഷെല്ലുകളാണ് പതിച്ചത്. ഒന്ന് വീട് പൂർണ്ണമായി തകർത്തു. രണ്ടാമത്തേത് മുറ്റത്തൊരു ഗർത്തമുണ്ടാക്കിയിട്ടുണ്ട്. സമീപ വീടുകളുടെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെ. रात को हम यहाँ सो रहे थे, बच्चे तो आगे निकल गए थे, हम सो रहे थे मर्द लोग. जैसे ऊपर का फायर जो खेत में गिरा है, एक पीछे मेरे अंकल का घर है, वो डैमेज हो गया पूरा तहस नहस, और मेरा भी पूरा डैमेज हो गया है. ഭാരിറാമിന്റെ വീടിന് ചുറ്റും കൃഷിപ്പാടങ്ങളാണ്. പാടത്ത് അങ്ങിങ്ങായി ഇതുപോലെ പുതിയ കുറെ കുളങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. മിസൈലുകളും ഷെല്ലുകളും പതിച്ചാണ് ഈ കുളങ്ങൾ രൂപപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ ജമ്മുവിലെ ജനവാസ കേന്ദ്രത്തിൽ ഡ്രോൺ വീഴുന്ന CCTV ദൃശ്യങ്ങൾ 24ന് ലഭിച്ചു. റിഹാഡി കോളനിയിലാണ് പതിച്ചത്. 2 പേർ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ആ വഴി പോകുന്നതും കാണാം. सायरन सुन के हम लोग रूम में आ गए. बस सर 2-3 मिनट के बाद हम लेट गए रूम में आके. 2-3 मिनट लगे होंगे कि इतने ज़ोर का धमाका था, इतने ज़ोर का, वी कांट इमेजिन. हमारे सेंसेशन पूरे लॉस्ट हो चुके थे. हमें कुछ समझ नहीं आ रहा था और हमारे घर में सिर्फ धुआं था क्योंकि शीशे पूरे हवा में उड़ रहे थे. തകർന്ന വീടിന് മുന്നിൽ പ്രതീക്ഷയേറ്റ് നിൽക്കുന്ന ബാരിറാമിനെ പോലെ കുറേ മനുഷ്യരെ നമുക്ക് ഈ അതിർത്തി മേഖലയിലൊക്കെ തന്നെ കാണാം. ജമ്മു കാശ്മീർ സാധാരണ നിലയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ പോലും പെട്ടെന്നൊരു ദിവസം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയാതെ പോകുന്ന ഇത്തരം മനുഷ്യരെയും നമ്മൾ ചേർത്ത് പിടിക്കണം. അഖ്നൂരിലെ അതിർത്തി മേഖലയിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.